2010 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് ലാൽ ജോസ് സംവിധാനം ചെയ്ത എൽസമ്മ എന്ന ആൺകുട്ടി. നായികാ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായ എൽസമ്മയായി വേഷമിട്ടത് നടൻ അഗസ്റ്റിൻ്റെ മകൾ ആൻ അഗസ്റ്റിനാണ്. ആൻ അഗസ്റ്റിൻ്റെ ആദ്യ സിനിമയായിരുന്നു ഇത്. കുഞ്ചാക്കോ ബോബൻ പാലുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന് രചന നിർവഹിച്ചത് സിന്ധുരാജ് ആയിരുന്നു. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രജിത്താണ് ഈ ചിത്രം നിർമ്മിച്ചത്. ശരാശരി മാത്രം നിലവാരമുള്ള ഒരു തിരക്കഥയെ സാമാന്യം നല്ല രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ലാൽ ജോസ് ആണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന വിജയശില്പി. കുഞ്ചാക്കോ ബോബൻ്റെ മികച്ച പ്രകടനവും ചിത്രത്തെ സഹായിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായത്തിൻ്റെ സഹായത്തോടെ സാമാന്യം നല്ല കളക്ഷൻ തന്നെയാണ് നേടിയത്. ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 9ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ. മാർട്ടിൻ ബ്രക്കാട്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു. ക്രിസ്തുമസ് റിലീസായൊരുങ്ങിയ ഈ ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിക്കൊടുത്തത്. സാമാന്യം നല്ല അഭിപ്രായം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. മമ്മൂട്ടിയോടൊപ്പം ലാൽ, നെടുമുടി വേണു, വിനായകൻ, സലീം കുമാർ, ശ്രുതി കൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമാ നടനാകാൻ കൊതിച്ചു നടക്കുന്ന അധ്യാപകനായ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മാർട്ടിൻ ബ്രക്കാട്ട് ഈ ചിത്രം ഒരുക്കിയത്. 8ാമത്തെ ഏറ്റവും വലിയ വിജയം വിനീത് ശ്രീനിവാസൻ്റെ മലർവാടി ആർട്സ് ക്ലബ്. വിനീത് ശ്രീനിവാസൻ ആദ്യമായി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയ ഒരു പിടി മികച്ച കലാകാരന്മാരുടെ ആദ്യ ചിത്രമായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്. ഉത്തര മലബാറിലെ മനശ്ശേരി എന്ന ഗ്രാമത്തിലെ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അംഗങ്ങളായ 5 സുഹൃത്തുക്കളുടെ സൗഹൃദ ബന്ധത്തിൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇതിലെ 5 സുഹൃത്തുക്കളെ അവതരിപ്പിച്ചതും പുതുമുഖങ്ങളായിരുന്നു. നിവിൻ പോളിയും അജു വർഗീസും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരോടൊപ്പം തന്നെ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, ശ്രീനിവാസൻ തുടങ്ങിയ സീനിയർ താരങ്ങളും എത്തിയിരുന്നു. സൂപ്പർ താരം ദിലീപാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന് സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ ആയിരുന്നു. മികച്ച അഭിപ്രായം നേടിയ മലർവാടി ആർട്സ് ക്ലബ് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2010 ഏറ്റവും വലിയ 7ാമത്തെ വിജയം സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഹാപ്പി ഹസ്ബൻഡ്സ്. ജയറാം, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ഭാവന, റിമ കല്ലിങ്കൽ, സമൃദ്ധ സുനിൽ, വന്ദന മേനോൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. കൃഷ്ണ പൂജപ്പുരയായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. 2002 പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ എന്ന തമിഴ് ചിത്രത്തിൻ്റെ പുനരാവിഷ്കാരമായിരുന്നു ഈ ചിത്രം. കോമഡിയുടെ ട്രാക്കിൽ കഥ പറഞ്ഞ ഈ ചിത്രം നിർമ്മിച്ചത് മിലൻ ജലീലായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി എത്തിയ ചിത്രം ആ കാര്യത്തിൽ വിജയിച്ചു. മികച്ച അഭിപ്രായം നേടിയ സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. എം ജയചന്ദ്രനായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. ഗാനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും വലിയ 6ാമത്തെ വിജയം ദിലീപിൻ്റെ പാപ്പിയപ്പച്ച. മമാസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പാപ്പിയപ്പച്ച. ദിലീപും ഇന്നസെൻറ്റുമാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയത്. ദിലീപിൻ്റെ സഹോദരൻ നിർമ്മിച്ച ഈ ചിത്രത്തിന് സംഗീതം നൽകിയത് വിദ്യാസാഗർ ആയിരുന്നു. കാവ്യ മാധവൻ ദിലീപിൻ്റെ നായികയായി എത്തി. അച്ഛനും മകനും തമ്മിലുള്ള രസകരമായ ബന്ധത്തിൻ്റെ കഥയാണ് പാപ്പിയപ്പച്ച പറഞ്ഞത്. നിരപ്പേൽ മത്തായിയായി ഇന്നസെൻറ്റും നിരപ്പേൽ പാപ്പിയായി ദിലീപും എത്തിയ ചിത്രം എല്ലാം തികഞ്ഞൊരു എൻ്റർടൈനറായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി എത്തിയ ചിത്രം യുവ പ്രേക്ഷകരെയും ആകർഷിച്ച് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. ദിലീപ് ഇന്നസെൻറ്റ് കോംബോ പെർഫോമൻസ് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2010 ഏറ്റവും വലിയ 5ാമത്തെ വിജയം മോഹൻലാലിൻ്റെ ശിക്കാർ. എം പത്മകുമാറാണ് ഈ ചിത്രം ഒരുക്കിയത്. തിരക്കഥയൊരുക്കിയത് എസ് സുരേഷ് ബാബു ആയിരുന്നു. ലോറി ഡ്രൈവർ ബലരാമനായി മോഹൻലാൽ എത്തിയ സിനിമയിൽ കൈലാഷ്, സമുദ്രകനി, സ്നേഹ, അനന്യ, ജഗതി, കലാഭവൻ മണി, ലാലു അലക്സ്, ലക്ഷ്മി ഗോപാലസ്വാമി, മൈഥിലി, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു പിടി വലിയ താരങ്ങളുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് അന്ന് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. കൊടൈക്കനാലിലെ ഗുണ കേവിൽ വെച്ചാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഗംഭീര അഭിപ്രായം നേടിയ സിനിമയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായി മാറിയത് ചിത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനുകളായിരുന്നു. സമുദ്രകനി, മോഹൻലാൽ എന്നിവരുടെ പെർഫോമൻസ് വലിയ രീതിയിൽ കയ്യടി നേടി. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഈ ചിത്രം 2010 മോഹൻലാലിന് ആശ്വാസ വിജയമാണ് നേടിയത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസാണ് ചിത്രം നേടിയത്. 2010 ഏറ്റവും വലിയ 4ാമത്തെ വിജയം ദിലീപിൻ്റെ കാര്യസ്ഥൻ. തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് അക്കാലത്തെ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടുകളായിരുന്ന ഉദയകൃഷ്ണ, സിബി കെ തോമസ് ആയിരുന്നു. ദിലീപിൻ്റെ നായികയായി അഖില ശശിധരനാണ് എത്തിയത്. ഇവരോടൊപ്പം തന്നെ വലിയ താരനിരയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. മധു, ജി കെ പിള്ള, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, ബിജു മേനോൻ, ഗണേഷ് കുമാർ ഇങ്ങനെ തുടങ്ങി വമ്പൻ താരനിരയാണ് കാര്യസ്ഥനിൽ ഉണ്ടായിരുന്നത്.
ചിത്രത്തിൽ ബേണി ഇഗ്നിഷ്യസ് ഒരുക്കിയ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ഗാനങ്ങൾ നല്ല രീതിയിൽ സഹായിച്ചു. കോമഡിയുടെ ട്രാക്കിൽ കഥ പറഞ്ഞ ചിത്രം കുടുംബ പ്രേക്ഷകർക്കാണ് കൂടുതൽ സ്വീകാര്യമായത്. മികച്ച അഭിപ്രായം നേടിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയം ഹരിഹർ നഗർ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രമായ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. ലാൽ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. മുകേഷ്, സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് തുടങ്ങിയവർ തന്നെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാധികയും നെടുമുടി വേണുവും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഹരിഹർ നഗറിലെ ആദ്യത്തെ 2 ചിത്രങ്ങൾ പോലെ ആയിരുന്നില്ല ഇത്. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് നടത്തിയാണ് ഈ ചിത്രം എത്തിയത്. ഹൊറർ കോമഡി ജോണറിലാണ് ഈ സിനിമ വന്നത്. ഊട്ടിയിലെ ഒരു പ്രേതബാധയുള്ള വീട്ടിൽ 4 പേരുടെ സംഘം കുടുംബസമേതം അവധിക്കാലത്ത് താമസിക്കാനെത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. ആദ്യ 2 ചിത്രങ്ങൾ പോലെ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നില്ല ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. എങ്കിലും ചിത്രം മികച്ച വിജയം തന്നെയാണ് തിയേറ്ററിൽ നേടിയത്. 2009 റിലീസ് ചെയ്ത ടു ഹരിഹർ നഗർ വമ്പൻ ഹിറ്റായി ബ്ലോക്ക് ബസ്റ്റർ ടാഗ് നേടിയപ്പോൾ 2010 വന്ന ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 2010 ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയം ദിലീപിന്റെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ഷാഫിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. തിരക്കഥയൊരുക്കിയത് ബെന്നി പി നായരമ്പലവും. 2010 ശരിക്കും ദിലീപിന്റെ വർഷമാണെന്ന് അടിവരയിടുകയായിരുന്നു വർഷാവസാനം തിയേറ്ററിലെത്തിയ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. 2010 ഇതിനോടകം തന്നെ 2 വമ്പൻ വിജയങ്ങൾ ദിലീപ് സ്വന്തമാക്കിയിരുന്നു. പാപ്പിയപ്പച്ചയും കാര്യസ്ഥനും വമ്പൻ ഹിറ്റായതിന് പിന്നാലെയാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയത്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ചിത്രം ദിലീപിന് കരിയറിലെ തന്നെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് നൽകിയത്. ദിലീപിനൊപ്പം ബിജു മേനോനും കയ്യടി നേടിയ ചിത്രമായിരുന്നു മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിൽ ബിജു മേനോന്റെ പ്രകടനവും നിർണായകമായിരുന്നു. കോമഡിയുടെ ട്രാക്കിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത് ഭാവനയായിരുന്നു. വൈശാഖ രാജൻ നിർമ്മിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് ബേണി ഇഗ്നീഷ്യസ് ആയിരുന്നു. ചിത്രത്തിൽ മികച്ച ഗാനങ്ങളും അടങ്ങിയിരുന്നു. ദിലീപിനും ബിജു മേനോനും ഭാവനയ്ക്കുമൊപ്പം വമ്പൻ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ അണിനിരുന്നത്. സലീം കുമാർ, കൊച്ചുപ്രേമൻ, ഇന്നസെന്റ്, ജഗതി, വിനയപ്രസാദ്, പൊന്നമ്മ ബാബു തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തി. 2010 ഏറ്റവും വലിയ വിജയം മമ്മൂട്ടി പൃഥ്വിരാജ് ടീമിന്റെ പോക്കിരി രാജ. വൈശാഖ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഉദയകൃഷ്ണ CBK തോമസ് ആയിരുന്നു. 2010 മെയ് മാസത്തിൽ റിലീസിനെത്തിയ ഈ ചിത്രം വമ്പൻ വിജയമാണ് നേടിയത്. വലിയ ഇനീഷ്യൽ കളക്ഷനോടെ തുടങ്ങിയ ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് ശ്രേയ ശരണായിരുന്നു. മമ്മൂട്ടി, പൃഥ്വിരാജ് എന്നിവരുടെ ആരാധകരെയും യുവ പ്രേക്ഷകരെയും ലക്ഷ്യമാക്കി എത്തിയ സിനിമ മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ വമ്പൻ ഹിറ്റാണ് സ്വന്തമാക്കിയത്. ജോഷിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വന്ന വൈശാഖ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനായ ചിത്രമായിരുന്നു പോക്കിരി രാജ. എല്ലാം തികഞ്ഞൊരു ആഘോഷ ചിത്രമായ പോക്കിരി രാജയിൽ മമ്മൂട്ടി മധുരരാജ അഥവാ പോക്കിരി രാജ എന്ന ടൈറ്റിൽ കഥാപാത്രമായി തന്നെയാണ് എത്തിയത്. പൃഥ്വിരാജ് സൂര്യ എന്ന കഥാപാത്രമായും ശ്രേയ ശരൺ അശ്വതിയായും എത്തി. ഇവർക്കൊപ്പം നെടുമുടി വേണു, വിജയരാഘവൻ, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ എന്നിവരൊക്കെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ഈ ചിത്രം നിർമ്മിച്ചത് ടോമിച്ചൻ മുളകുപാടമായിരുന്നു. ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ജാസി ഗിഫ്റ്റ് ആയിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പോക്കിരി രാജയുടെ 2ാം ഭാഗമായി മധുരരാജ 2019 റിലീസ് ചെയ്തിരുന്നു. പക്ഷേ ചിത്രത്തിന് പോക്കിരി രാജയുടെ ഗംഭീര വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല.